നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണൽ ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സെറ്റപ്പ് നമുക്ക് നോക്കാം. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,141.40 ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളായാലും നിഫ്റ്റി നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യണം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ഈ ഒരു കറന്റ് ട്രെൻഡ് നമുക്ക് നോക്കാം. ഈ ഒരു കറന്റ് ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റിയിലും 24,888 ഇതിന് മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു ടാർഗറ്റ് 25,200 വരെയാണ്. നിങ്ങൾ മുൻ ആഴ്ചകളിലെ വീഡിയോസിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അന്നത്തെ ഒരു വീഡിയോസിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഇൻട്രാഡേ ലെവൽ നമുക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം. അത് 5 മിനിറ്റിലേക്ക് മാറ്റിയിടുകയാണെങ്കിൽ 25,200 കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ സൂചിപ്പിച്ചു. 25,200 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വരുന്നത്. വളരെ സ്ട്രോങ് ആണ് റെസിസ്റ്റൻസ്. അതിന്റെ ഒരു മുകളിൽ പോയി കഴിഞ്ഞാൽ അലേർട്ട് ആകണം. അതിന് മുകളിലേക്ക് ഒരു ഫാൾസ് മൂവ്മെന്റ് ഒക്കെ മാർക്കറ്റ് കാണിക്കും. പക്ഷെ അത് എക്സാക്റ്റ് ആയിട്ട് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് മനസ്സിലാക്കിയിട്ട്, അതായത് ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് മനസ്സിലാക്കിയിട്ട് എക്സാക്റ്റ് ആയിട്ട് തീരുമാനങ്ങൾ എടുത്താൽ കൃത്യമായിട്ട് ഈ റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് നമുക്ക് നോക്കാം. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇതൊരു സപ്പോർട്ടിലാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം ഓപ്പൺ ചെയ്തതിനു ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്ന് അടുത്തൊരു സപ്പോർട്ടിൽ പോയി എക്സാക്റ്റ് ആയിട്ട് വീണ്ടും ഈ സപ്പോർട്ടിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തു. റൈറ്റ് ബൈ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് മൊമെന്റം. ബൈ തന്നെയായിരുന്നു. അതിനുശേഷം ഈ ഒരു ലെവലാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 25,160. റെസിസ്റ്റൻസ് ലെവലുകൾ അറിയാത്തവർ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി അപ്ഡേറ്റ്സ് നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. 160 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. അതിനുശേഷം 160 മുകളിലേക്ക് ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും ബൈസ് ലെവലിലേക്ക് കടന്നു. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 200 മുകളിലാണ്. 200-240 നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. എക്സാക്റ്റ് ആയിട്ട് 200 മുകളിലേക്ക് പോയി 1-2 വട്ടം ഈ ഒരു ചോപ്പി മൂവ്മെന്റ് നടത്തി. അതിനുശേഷം എക്സാക്റ്റ് ആയിട്ട് വലിയൊരു ഫാള് മാർക്കറ്റിൽ വന്നു. ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ സംഭവിച്ചിരുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ അറിയണം, സപ്പോർട്ട് റെസിസ്റ്റൻസ് അറിയണം. അറിഞ്ഞാലാണ് അത് കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബൈ എടുക്കണം. റെസിസ്റ്റൻസ് വരുന്ന ഒരു സമയത്ത് ബൈ എടുക്കാതെ അവിടെ നിന്ന് മാറി നിൽക്കണം എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക്. അതായത് ഈ റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആണ്. ഇനി 25,200 മുകളിലേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്താതെ ഈ ഒരു റെസിസ്റ്റൻസിന് സ്ട്രെങ്ത് കിട്ടില്ല. നമ്മൾ ഈ ഒരു ലെവലിൽ ലോവർ ലെവലിൽ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ 24,888 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് നമ്മൾ മുൻ ദിവസങ്ങളിൽ സൂചിപ്പിച്ചാണ്. ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചത് എങ്ങനെയാണ്? 24,888 മുകളിലേക്ക് ക്ലോസ് ചെയ്യാതെ മാർക്കറ്റിന് മൊമെന്റം കിട്ടില്ല എന്ന് സൂചിപ്പിച്ചത്. അതിന്റെ മുകളിലേക്ക് ഒരു ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു മൊമെന്റം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള അപ്പ് മൊമെന്റ് ആണ്. എക്സാക്റ്റ് ആയിട്ട് ആ ടാർഗറ്റ് ലെവൽ വരെ ഹിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും നമുക്ക് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ക്യാനില് 3 ദിവസമായിട്ട് ഒരേ സെയിം ലെവലിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നെഗറ്റീവ് ആയിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ ട്രെൻഡ് നെഗറ്റീവ് ആയിട്ടില്ല. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രഷറാണ്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്നൊരു ഇൻവെർട്ടഡ് ഹാമർ ഫോം ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. ട്രെൻഡ് നെഗറ്റീവ് ആകണമെങ്കിൽ ഉള്ള ലെവൽസ് നമ്മൾ വരും ദിവസങ്ങളിൽ, വരും ആഴ്ചകളിൽ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ട് വരും ആഴ്ചകളിൽ ട്രെൻഡ് റിവേഴ്സലിന്റെ ലെവൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഏരിയ അലേർട്ട് ആകേണ്ട ഏരിയ ആണ്. അതേപോലെ തന്നെ സപ്പോർട്ട് എന്നുള്ള ഒരു ഏരിയയിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ട് മാനേജ് ചെയ്യുക. എന്തായാലും 25,000 താഴെയാണ് ട്രെൻഡ് റിവേഴ്സൽ ഏരിയ. ഓക്കെ, നമുക്ക് ഒരു ദിവസങ്ങളിൽ ക്ലിയർ ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തു തരാം. അപ്പോൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ നമുക്കത് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാം. എക്സാക്റ്റ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇമീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 25,115. ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 25,115 ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു ലെവൽ തന്നെയാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഷോർട്ട് സെൽ ചെയ്യാനുള്ള റെസിസ്റ്റൻസ്, നല്ല റെസിസ്റ്റൻസ് വീണ്ടും ഹയർ ലെവലാണ്. 25,200 മുകളിൽ പോയാലും 25,000
200ന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട് സെൽ ആക്റ്റീവ് ആകും എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യാവുന്നതാണ്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് ഞാൻ എടുത്തിരിക്കുന്നത് 25,230 അതായത് 25, 200, 25, 230. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 25, 200, 230 230ന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇൻ കേസ് ഇതിന്റെ മുകളിൽ എത്ര മൊമെന്റം മാർക്കറ്റിൽ വന്നാലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് 25, 200 തന്നെ. 25, 200 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ല് അല്ലെങ്കിൽ ബൈ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലൊക്കെയാണ് ഓപ്പൺ ചെയ്യുന്നത്, റെസിസ്റ്റൻസിന്റെ താഴെയാണ്, ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ക്വിക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. 25,115 സപ്പോർട്ട് വരുന്നത്. പിന്നെ അടുത്തൊരു സപ്പോർട്ട്, നല്ല സപ്പോർട്ട് കാണുന്നത് 25,80 25,080. 25,080 താഴെ സസ്റ്റെയിൻ ചെയ്താലും ഇതിന്റെ ഒരു മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. മൊമെന്റം ലെവൽസ് 25,80 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നത് മാർക്കറ്റിലെ ആ ഒരു മൊമെന്റം ലെവൽസ് ആണ്. കാരണം ആ ഒരു സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് മൊമെന്റം സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൈ കിട്ടിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യും, നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യും. അതേപോലെ തന്നെ റെസിസ്റ്റൻസും നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് വിട്ടതിന് ശേഷം അടുത്ത റെസിസ്റ്റൻസ് നല്ല റെസിസ്റ്റൻസ് നൽകിയത് ഇവിടെയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നതെന്ന്. അപ്പൊ അതിനുശേഷം ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു മൊമെന്റം കിട്ടണമെന്നില്ല. കൃത്യമായിട്ടുള്ള ഒരു മൊമെന്റം എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. 25,80 താഴെ നമുക്ക് സപ്പോർട്ട് കാണുന്നത് 25,060. പക്ഷെ ഇവിടെ 25,055 സപ്പോർട്ട് എടുത്താൽ മതി. 55 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ്. ഇപ്പൊ ഇൻ കേസ് ഓപ്പൺ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും മാർക്കറ്റിന്റെ ട്രെൻഡ് ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടില്ല, ട്രെൻഡ് സ്റ്റിൽ പോസിറ്റീവ് തന്നെയാണ്. താൽക്കാലികമായിട്ട് റെസിസ്റ്റൻസ് ലെവല്, ഹയർ ലെവൽ റെസിസ്റ്റൻസ് എന്നുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് മാർക്കറ്റിൽ നടക്കുന്നത്. എക്സാക്ട് ആയിട്ട് മാർക്കറ്റിന്റെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആകുന്ന ഒരു സമയത്തുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നമുക്ക് ഓൾമോസ്റ്റ് മാർക്കറ്റ് എത്ര വലിയൊരു ഹൈയിലേക്ക് പോയാലും ഓൾമോസ്റ്റ് സമയങ്ങളിൽ നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള റിവേഴ്സൽ പോയിന്റ് നമ്മൾ പ്രഡിക്ഷൻ നടത്താറുണ്ട്. ഓൾമോസ്റ്റ് സമയങ്ങളിൽ ഒരു 70-80% സമയങ്ങളിൽ അത് എക്സാക്ട് ആയിട്ട് വരാറുമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നിഫ്റ്റിക്കയിലും 25,055 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, ഇതിന്റെ താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 25,010 താഴത്തേക്ക് മാർക്കറ്റ് പോയാലും 10ന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. 24,960 ഫൈനൽ സപ്പോർട്ട്. 960 ഈ ഒരു സപ്പോർട്ടുകളൊക്കെ ഇൻ കേസ് ഇതിന്റെ താഴെ പോയി ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ സെന്റിമെന്റിലേക്ക് നിലനിൽക്കും എന്ന് പറയുന്ന രീതിയിൽ നിലനിർത്തുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിന്റെ ഇടയിലാണ്. ഈ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകുക. അടുത്ത റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യും 25,115 റെസിസ്റ്റൻസ്. പിന്നെ അടുത്തൊരു ബൈക്ക് 25,115 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. മാർക്കറ്റിൽ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.